ഈ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധത്തിനപ്പുറത്തേക്ക് ഇന്നലെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ അതിർത്തിയുടെ സമീപത്തേക്ക് വന്നിരുന്നു എന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ റഡാർ സിഗ്നലുകളിൽ ആ വിമാനങ്ങൾ തെളിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ സജ്ജമാവുകയും ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. ആ നിമിഷം തന്നെ പാകിസ്ഥാന്റെ വിമാനങ്ങൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് സുരക്ഷാ സേന ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ്. ഒരു ഇലയനങ്ങുന്നത് പോലും വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുസജ്ജമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആ കാര്യങ്ങളാണ്. മനു, തീർച്ചയായും പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ 3 സേനകളുടെയും വിഭാഗങ്ങളുടെ മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ റഡാറുകൾ അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുകയും പിന്നീട് മറ്റു പരീക്ഷണ പറക്കലുകളും മിസൈൽ പരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും അതിർത്തി മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം 24 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള യുദ്ധവിമാനങ്ങൾ പഞ്ചാബിനോട് അടുത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരികയും പിന്നീട് കൃത്യമായി ഇന്ത്യൻ സേനയും അതോടൊപ്പം മറ്റു വിഭാഗങ്ങളും സുരക്ഷാ സേനയും ഇടപെട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള യുദ്ധവിമാനങ്ങൾ മടങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഞൊടിയിടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ മറുപുറത്തിൽ തിരിച്ചടിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. നാവികസേനയുടെയും കരസേനയുടെയും വ്യോമസേനയുടെയും സേനാ വിഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള യുദ്ധവിമാനങ്ങൾ പഞ്ചാബിൻ്റെ അതിർത്തി മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളും നിരീക്ഷണങ്ങളും അതിർത്തി മേഖലകളിൽ തുടരുകയാണ്. അതോടൊപ്പം രാജസ്ഥാൻ, ഈ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള അതിർത്തി മേഖലകൾ, ജമ്മു കാശ്മീർ അടക്കമുള്ള അതിർത്തി മേഖലകൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. 3 സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടക്കുകയാണ്. ഇൻ്റലിജൻസ് വിഭാഗവും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇൻ്റലിജൻസ് വിഭാഗം ഏറ്റെടുത്തിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് നമുക്ക് മറച്ചുവെക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ 25ഓളം വരുന്ന ഭീകര സംഘടനകളുടെ അല്ലെങ്കിൽ ഭീകരവാദികൾ നിലനിൽക്കുന്ന ഈ കെട്ടിടങ്ങളും അതോടൊപ്പം അവരുടെ ആസ്ഥാനങ്ങളും ഇൻ്റലിജൻസ് വിഭാഗം കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുകയും അതിൽ 9 ഇടങ്ങൾ ശക്തമായ പ്രകോപനം നടത്താനും അതോടൊപ്പം ഇന്ത്യക്ക് തിരിച്ചടി നൽകാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇൻ്റലിജൻസ് വിഭാഗവും കാര്യമായിട്ടുള്ള പറക്കലുകളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാവികസേനാ വിഭാഗങ്ങളൊക്കെ തന്നെയും അതിർത്തി മേഖലകളിലെ, അതായത് ഈ തീരപ്രദേശങ്ങളിൽ അതിർത്തി മേഖലകൾ സുസജ്ജമാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധക്കപ്പലുകളും അതോടൊപ്പം പോർ വിമാനങ്ങളും ഇന്ത്യ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുക തന്നെയാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായാൽ അതേ നിമിഷം തിരിച്ചടിക്കാനുള്ള സൈന്യം സജ്ജമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ മടങ്ങിപ്പോയതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. അതേസമയം പാക് പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കുപ്വാരയിലടക്കം ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ നിരന്തരം ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനാ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റലിജൻസ് വിഭാഗം നിരീക്ഷണം നടത്തുന്നുണ്ട്, വ്യോമസേന നിരീക്ഷണം നടത്തുന്നുണ്ട്. യുദ്ധവിമാനങ്ങളും പോർ വിമാനങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സേനാ വിഭാഗങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിയും അതോടൊപ്പം രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ
ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നിരീക്ഷണങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം സേനാ വിഭാഗങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലുകളും 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജാഗ്രതയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു സുരക്ഷയുടെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നും ആ അവധി തുടരുമെന്നാണ് ജമ്മു കാശ്മീർ സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം അതിർത്തി മേഖലകൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെയും സ്കൂളുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗൻവാടി അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. പഞ്ചാബിലും വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ക്രമീകരണം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പൂഞ്ച്, കുപ്വാര, അഖനൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നും ഈ ആളുകളെ വിവിധ മേഖലകളിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ പൂഞ്ചിൽ ഷെല്ലാക്രമണം നടന്നതിന് പിന്നാലെ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരു ജവാന് വീരമൃത്യു വരിക്കുകയും ചെയ്തിരുന്നു. 43ഓളം പേർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ നിന്നും നിരവധി ആളുകളെ, നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സൈന്യം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ മേഖലകളിലുള്ള ആളുകൾ, അതായത് അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകൾ പുറത്തിറങ്ങരുത്. എന്തെങ്കിലും അപായ സൂചനകൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ സ്വയം രക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഏറ്റെടുക്കണം എന്നുള്ള കാര്യവും സൈന്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സൈന്യവും അതോടൊപ്പം ജനങ്ങളെയും ഒരേപോലെ ബോധവാന്മാരാക്കുകയും അതോടൊപ്പം ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ഇന്ത്യയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നു. അതേസമയം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ തയ്യാറായിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്.